നമസ്കാരം. കേരളത്തിൽ ബി.ജെ.പി നേടിയത് ആശയപരമായ വിജയമാണ് എന്നും പിന്നാക്ക ദളിത് വിഭാഗങ്ങൾ തെരഞ്ഞെടുപ്പിൽ തങ്ങളെ പിന്തുണച്ചു എന്നും തുറന്നു പറഞ്ഞിരിക്കുകയാണ് ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രൻ. കോഴിക്കോട് നടത്തിയ വാർത്താ സമ്മേളനത്തിനിടയിലായിരുന്നു കെ സുരേന്ദ്രന്റെ ഭാഗത്തു നിന്നും സുപ്രധാന വെളിപ്പെടുത്തലുണ്ടായത്. ആലപ്പുഴയിൽ മാത്രമല്ല, മറിച്ച് കോഴിക്കോട് ഉൾപ്പെടെയുള്ള വടക്കൻ മേഖലകളിലും ബി.ജെ.പിയുടെ മുന്നേറ്റം അത് വ്യക്തമാണ് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. തെരഞ്ഞെടുപ്പിന് മുൻപ് ബി.ജെ.പി ജയിക്കുക പോയിട്ട് ഒരിടത്തും രണ്ടാം സ്ഥാനത്ത് പോലും എത്തില്ല എന്നാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. എന്നാൽ ഒരു സീറ്റിൽ ജയിക്കുകയും രണ്ടിടത്ത് 1.5% വോട്ടിന് മാത്രം പിറകിലാവുകയും 4 മണ്ഡലങ്ങളിൽ വൻ മത്സരം നടത്താനും ബി.ജെ.പിക്ക് സാധിച്ചു എന്നും അദ്ദേഹം പറയുന്നു. എൻ.ഡി.എയുടെ വോട്ട് വിഹിതം 20% എത്തിയത് കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റത്തിന്റെ പ്രതിഫലനമാണ് എന്നും അദ്ദേഹം പറയുന്നു. 20% വോട്ട് വിഹിതം നേടിയ സംസ്ഥാനങ്ങളിലെല്ലാം പിന്നീട് വലിയ രീതിയിലുള്ള മുന്നേറ്റം നടത്താൻ ബി.ജെ.പിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. മാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട വെളിപ്പെടുത്തൽ കൂടി സുരേന്ദ്രന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു. അതായത്, ഈ വോട്ട് ചോർച്ച തടയുന്നതിന് വേണ്ടി CPM കൂടുതൽ മുസ്ലിം പ്രീണനത്തിലേക്ക് പോകും. കേരളത്തിന് മുസ്ലിം മുഖ്യമന്ത്രി എന്ന ഒരു മുദ്രാവാക്യമാവും അവർ ഇനി മുന്നോട്ട് വെക്കാൻ പോവുക. ജയ് സുധാകരൻ ഇപ്പോൾ സത്യം പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. ആലപ്പുഴ ജില്ലയിലെ CPM-നെ നിലവിൽ പോപ്പുലർ ഫ്രണ്ട് ഹൈജാക്ക് ചെയ്തിട്ടുണ്ട്. പല ബ്രാഞ്ച് ലോക്കൽ ഏരിയ കമ്മിറ്റികളിലും ഒരു പ്രത്യേക സമുദായത്തിന് അനർഹമായ പരിഗണന ലഭിക്കുന്നുവെന്ന് CPM അണികൾ തന്നെ തുറന്നു പറയുന്നുണ്ട്. ഇതിന്റെ പരിണിത ഫലമാണ് കമ്മ്യൂണിസ്റ്റ് കോട്ടകളിൽ ബി.ജെ.പിയുടെ മുന്നേറ്റം എന്നുകൂടി കെ സുരേന്ദ്രൻ പറയുന്നുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് ബി.ജെ.പി സംസ്ഥാനത്ത് മുന്നേറ്റം ഉണ്ടാക്കിയത് എന്നും തൃശ്ശൂരിൽ നിന്നും ഒരു MP 74,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച് കയറിയത് എന്നതിന്റെയും കൃത്യമായ വിശദാംശങ്ങളാണ്. എന്തായാലും കെ സുരേന്ദ്രന്റെ ഈ വെളിപ്പെടുത്തൽ ഇപ്പോൾ കൂടുതൽ രാഷ്ട്രീയ ചർച്ചകൾക്ക് കൂടി വഴിവെച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.